അപ്പോൾ ഇതുവരെ നമ്മൾ കേട്ട കഥകളൊന്നും സാധാരണ നമ്മുടെ ഭക്തർക്ക് കേട്ടുകഴിവില്ലാത്ത കഥകളായിരിക്കാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ക്ഷേത്രങ്ങളോടനുബന്ധിച്ച് ഇത്തരം കഥകളൊന്നും പറഞ്ഞു കേട്ടിട്ടില്ല. അതാണ് കാര്യം. കഥകളൊന്നും ഇല്ലാത്തതുകൊണ്ടൊന്നുമല്ല, കഥകളൊക്കെ ഉണ്ട്. ഈ ഇരിക്കുന്ന നമ്മളെല്ലാവരും അതിശ്രേഷ്ഠന്മാരായിട്ടുള്ള വ്യക്തികളാണ്. നമ്മൾക്കെല്ലാം ഈശ്വരനുമായിട്ട് ബന്ധമുണ്ട്. മനസ്സിലായില്ലേ? അപ്പം ഞാനീ പറഞ്ഞ കഥകള് തമിഴകത്തിലെ ഗ്രന്ഥങ്ങളില് പെരിയ പുരാണം എന്നൊരു ഗ്രന്ഥമുണ്ട്. പെരിയ പുരാണം. ആ പെരിയ പുരാണത്തിൽ നിന്ന് എടുത്ത 3 കഥയാണ് ഞാൻ പറഞ്ഞത്. 63 നായനാർക്കും കഥയുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്നും ഇവിടെ പറയാനായിട്ടുള്ള സമയമൊന്നുമില്ല, അതുകൊണ്ടാണ്. അപ്പോൾ ആ പെരിയ പുരാണത്തിൽ ഉള്ള 63 നായനാർമാരിൽ ചേകോനുണ്ട്, ചക്കാലനുണ്ട്, ഇടച്ചേരിയുണ്ട്, വെളുത്തേടനുണ്ട്, വേളാനുണ്ട്, ശാലിയനുണ്ട്, പറയനുണ്ട്, പുലയനുണ്ട്, വേടനുണ്ട്, കുറവനുണ്ട്, കമ്മാളനുണ്ട്, മീനവനുണ്ട്. അങ്ങനെ അനവധി പേരടങ്ങുന്നതാണ് ഈ 63 നായനാർമാർ. അവരാരും തന്നെ ക്ഷേത്രത്തിന് പുറത്തു നിന്നവരല്ല, ക്ഷേത്രത്തിന് ഉള്ളിൽ നിന്നവരാണ്. കണ്ടോ കാര്യങ്ങളുടെ കിടപ്പ് കണ്ടോ? അപ്പോ ഇവർക്കെല്ലാം പുരാണങ്ങളുണ്ട്. നമുക്ക് ആകെ അറിയാവുന്നത് ഭാഗവത പുരാണം, ഗരുഡ പുരാണം, ബ്രഹ്മപുരാണം, ഇങ്ങനെ കുറേ പുരാണങ്ങളാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. പിന്നെ അധ്യാത്മരാമായണം, പിന്നെ കുറേ സഹസ്രനാമങ്ങൾ, അങ്ങനെ കുറേ കാര്യങ്ങളാണ് നമുക്കറിയാവുന്നത്. പക്ഷെ ഇങ്ങനെയും പുരാണങ്ങളുണ്ട്. ആ പുരാണങ്ങൾ ഏതൊക്കെയാണ്? കുയവർ പുരാണം, ചാലിയർ പുരാണം, വണികർ പുരാണം, ആയർ പുരാണം, വേളാളർ പുരാണം, പരതവർ പുരാണം, പറയർ പുരാണം, പുലയർ പുരാണം, പാണർ പുരാണം. അങ്ങനെ 70-ൽ പരം പുരാണങ്ങളുണ്ട്. ഇത് ഏതെങ്കിലും നമ്മൾ ഈ ക്ഷേത്രത്തിന്റെ പരിസരത്ത് കേട്ടിട്ടുണ്ടോ? അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അപ്പോൾ പെരിയ പുരാണത്തിന്റെ കാലത്ത് ജാതിയില്ല, മതമില്ല, വർണ്ണമില്ല, വർഗമില്ല, ചാതുർവർണ്ണ്യമില്ല, ജാതി തിരിവുകളില്ല, പരസ്പരം അകൽച്ചയില്ല, ഉയർച്ച താഴ്ചകളുമില്ല. എല്ലാവർക്കും ഒരു മനസ്സ്, എല്ലാവർക്കും പരസ്പര സ്നേഹം. അതും വളരെ മനോഹരമായിട്ടുണ്ട്. അപ്പൊ ഇത്തരം കഥകളൊക്കെ നമ്മുടെ ക്ഷേത്രത്തിൽ പറയണ്ടേ? ഈ കഥകളൊക്കെ നമ്മൾ അറിയണ്ടേ? എങ്കിലല്ലേ നമ്മൾ പരസ്പരം അകന്നകന്ന് നിൽക്കുന്ന നമ്മൾ തമ്മിൽ ഒരടുപ്പമുണ്ടാവും, പരസ്പര ബഹുമാനം ഉണ്ടാവും. ഭാഗവതത്തിൽ നമ്മൾ നോക്കുമ്പോൾ പ്രധാനമായിട്ട് നമുക്കറിയാവുന്ന 2 കഥകളാണ് കുചേലന്റെ കഥയും അജാമിളന്റെ കഥയും. 2 ബ്രാഹ്മണ ശ്രേഷ്ഠന്മാര്. ഒരാൾക്ക് സമ്പത്തേ ഇല്ല, 27 കുട്ടികളുണ്ട്. അദ്ദേഹം കൃഷ്ണന്റെ അടുത്ത് പോയി, കൃഷ്ണൻ അനുഗ്രഹിച്ച ഐശ്വര്യം കൊടുത്തു. ആ കഥ നമ്മൾ ഏതാണ്ട് 1000 വർഷമായിട്ട് ഇവിടെ പാടുന്നു. ഏതാണ്ട് 500 വർഷമായിട്ട് ഇവിടെ ഈ ക്ഷേത്രം ഉത്സവം തുടങ്ങിയിട്ട് ഭാഗവത പുരാണത്തിൽ നമ്മളിത് കേൾക്കുകയാണ്. അജാമിളന് മോക്ഷം കൊടുത്തു. വളരെ മോശമായിട്ട് സഞ്ചരിച്ചിരുന്ന ഒരാള് പെട്ടെന്നൊരു സമയത്ത് നാരായണ എന്ന് വിളിച്ചപ്പോഴത്തേക്ക് അയാൾക്ക് മോക്ഷം കിട്ടും. മനസ്സിലായോ? നമ്മൾക്ക് ആർക്കെങ്കിലും മോക്ഷം കിട്ടിയതായിട്ട് പറഞ്ഞിട്ടുണ്ടോ? ഒന്നാലോചിച്ച് നോക്കിയാൽ മതി. പക്ഷെ നമുക്ക് മോക്ഷം തന്ന കഥകൾ ഇവിടെ ഉണ്ട്. ആ കഥകളും കൂടി നമ്മുടെ ക്ഷേത്ര പരിസരത്ത് പറയുന്നതിനുള്ള അവസരങ്ങൾ ഉണ്ടാവണം. അതാണ് നമ്മുടെ സംസ്കാരത്തിന് ഏറ്റവും കൂടുതൽ യോജിച്ചത്. മഹതിയായിട്ടുള്ള ഔവ്വയാർ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട്. കുഴിയായിക്കോട്ടെ, കുന്നായിക്കോട്ടെ, വനമായിക്കോട്ടെ, നാടായിക്കോട്ടെ, ആ നാട്ടിൽ ജീവിക്കുന്ന മനുഷ്യരുടെ ശ്രേഷ്ഠതയാണ് ആ നാടിനെ ലോകത്തിന്റെ 1-ാം സ്ഥാനത്ത് എത്തിക്കുന്നത്.
അവയാർ പറഞ്ഞ വാക്കാ. മുമ്പ് നമ്മൾ അവയാറിന്റെ ഒരു കഥ കേട്ടായിരുന്നു കുറച്ചു മുമ്പ്. ആ പണ്ഡിത ശ്രേഷ്ഠ പറഞ്ഞതാ, കുഴിയായിക്കോട്ടെ, കുന്നായിക്കോട്ടെ, വനമായിക്കോട്ടെ, നാടായിക്കോട്ടെ, ആ നാട്ടിൽ ജീവിക്കുന്ന മനുഷ്യർ ശ്രേഷ്ഠരാവണം. ശ്രേഷ്ഠത ഉണ്ടാവണമെങ്കിൽ എന്തു വേണം? സ്നേഹം വേണം. സ്നേഹം ഉണ്ടാവണമെങ്കിൽ എന്തു വേണം? പരസ്പരം അറിയണം. പരസ്പരം അറിയുന്നിടത്താണ് സ്നേഹം ഉണ്ടാവേണ്ടത്. അവിടെയാണ് ബഹുമാനം ഉണ്ടാവേണ്ടത്. നമ്മുടെ ഈ ഉത്സവങ്ങളൊക്കെ ഇങ്ങനെ നമ്മൾ ആഘോഷിക്കുമ്പോൾ ഇവിടെ വരുന്ന എല്ലാവരും ഒരു മനസ്സോടുകൂടിയാണ് നീങ്ങേണ്ടത്. നമ്മളെല്ലാവരും ശ്രേഷ്ഠന്മാരാണ്. നമ്മളിൽ ആരെയും തന്നെ ഒഴിച്ചു നിർത്താൻ ഒരൊറ്റ വ്യക്തി പോലും ഇല്ല. അതാണ് ഈ കഥകളിൽ നിന്ന് മനസ്സിലായത്. അപ്പോ നമ്മുടെ ക്ഷേത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈശ്വരന്റെ ഇരിപ്പിടം. ഇത് ജൈന ബുദ്ധ കാലഘട്ടത്തിൽ തന്നെ ക്ഷേത്രങ്ങൾ ഉണ്ടായി തുടങ്ങി. അതിനു മുമ്പ് ഞാൻ പറഞ്ഞ ഈ 3000 വർഷത്തിന് മുമ്പ് നമ്മുടെ ക്ഷേത്രങ്ങൾക്ക് പറയുന്ന പേരാണ് മാടം. മാടം മാടം എന്ന് വെച്ചാൽ അർത്ഥം എന്താന്ന് പറയട്ടെ. മാട് എന്ന് കേട്ടിട്ടുണ്ടോ? എന്തൊക്കെയാ മാട്? ആ ആ ആ ആ ആ ആ അതൊക്കെയാണ് മാട്. ഏതാണ്ട് 3000 വർഷം മുമ്പ് ഇവിടെ ബെൻസ് കാറുണ്ടോ? സ്വർണത്തിന് ഇത്രയും ആവശ്യമുണ്ടോ? ഇല്ല. അന്ന് മാടായിരുന്നു ഒരു മനുഷ്യന്റെ സമ്പത്ത് നിർണയിക്കുന്നത്. ആ മാട് ആ വീട്ടിലേക്ക് കൊണ്ടുവരുന്നത് ഐശ്വര്യമാണ്. അങ്ങനെയാണ് മാട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഐശ്വര്യം. മാടം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഐശ്വര്യം ഇരിക്കുന്ന സ്ഥലം. ആ സ്ഥലത്തിരിക്കുന്ന ദേവതയാണ് മാടൻ. ഒരുപാട് മാടൻ ക്ഷേത്രങ്ങളിലൊക്കെ നമ്മൾ പോയി. നമ്മുടെ വള്ളുവന്തറ ദേവീ ക്ഷേത്രത്തിലും ഒരു മാടൻ അവിടെ നെടുകല്ലായി ഇരിക്കുന്നുണ്ട്. നെടുകല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മുമ്പേ പറഞ്ഞു, കല്ലെടുത്ത് നാട്ടി ആരാധിക്കുന്ന കണ്ടോ. അപ്പൊ ആ മാടന്റെ മുന്നിൽ നമ്മൾ ചെന്ന് നിന്ന് പ്രാർത്ഥിക്കുമ്പോ എനിക്ക് ഭഗവാനെ ഐശ്വര്യം തരണേ എന്നാണ് പ്രാർത്ഥിക്കേണ്ടത്. ഐശ്വര്യത്തിന്റെ ദേവതയാണ് മാടൻ തമ്പുരാൻ. ഇനി അടുത്തൊരാളുണ്ട്, മറുത. നമ്മൾ കേട്ട് കഴിഞ്ഞാൽ അങ്ങ് ഭയങ്കര ഭയമാണ്. മറുത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ നീചമായിട്ടുള്ള എന്തോ ഒരു ജീവിയാണ് എന്നൊക്കെയാണ് നമ്മൾ ചിന്തിക്കുന്നത്. മറുത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 3000 വർഷത്തിന് മുമ്പുള്ള ഇവിടുത്തെ ഗ്രാമദേവതയാണ്. അതായത് നമ്മുടെ മനസ്സിന് ശാന്തി വേണം. മനഃശാന്തി ഉണ്ടെങ്കിലേ നമുക്ക് സുഖമായിട്ട് ജീവിക്കാൻ പറ്റും. മനസ്സ് കലങ്ങിയാലോ? സ്നേഹം കൊണ്ട് കലങ്ങാം, ദുഃഖം കൊണ്ട് കലങ്ങാം. ഇനി ആരെങ്കിലും നമ്മളെ ആക്ഷേപിച്ചാൽ നമ്മുടെ മനസ്സ് കലങ്ങാം. പലതരത്തിൽ നമ്മുടെ മനസ്സിന് കലക്കമുണ്ടാവും. അങ്ങനെ മനസ്സിനെ കലങ്ങാതെ സൂക്ഷിക്കുന്ന ദേവതയാണ് ആര്? മറുത. 5 തരം വായുക്കളുണ്ടെന്നറിയാം. അപ്പോ ഈ വായുക്കളിൽ ഒന്നാണ് നമ്മുടെ ആത്മാവ്. ആത്മാവ് പോയാൽ നമ്മളൊരു പേര് പറയും. എന്തോ പറയും? കാറ്റ് പോയി എന്നല്ലേ പറയുന്നത് കേട്ടോ. അപ്പോ ആത്മാവ്, നമ്മുടെ ആത്മാവിനെ സാന്ത്വനപ്പെടുത്തുന്ന ദേവതയാണ്, ആ ഗ്രാമദേവതയാണ് മറുത. അടുത്തത് പേയ്. മറുത നമ്മുടെ ക്ഷേത്രത്തിൽ ഇരിപ്പുണ്ട്. മറുതയുടെ അടുത്ത് ചെല്ലുമ്പോൾ എൻ്റെ മനസ്സ് കലങ്ങാതെ സൂക്ഷിക്കണേ, എൻ്റെ മനസ്സ് കലങ്ങാതെ എന്നെ രക്ഷിക്കണേ, അല്ലയോ ഗ്രാമദേവതേ, ദേവതയെന്ന് വേണം പ്രാർത്ഥിക്കേണ്ടത്. അതാണ് അതിൻ്റെ സങ്കല്പം. അടുത്തത് പേയാണ്. ഇതും ആൾക്കാർക്ക് പേടിയുണ്ടാക്കുന്നുണ്ട്. പേയ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യുദ്ധത്തില് പണ്ട് വിദ്യാഭ്യാസം കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ തമിഴകത്തിലെ അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട സംഗതിയാണ് വീരം. ആണും പെണ്ണും കായികാഭ്യാസം അറിയുന്നവരാ. യുദ്ധത്തിന് പോകുമ്പോൾ ആണും പെണ്ണുമാ പോകുന്നത്. പാൽമണം മാറാത്ത കൊച്ചു കുഞ്ഞുങ്ങളെ വേൽ കൊടുത്ത് അയക്കുന്ന അമ്മമാരാണ് നമ്മുടെ ഈ തമിഴകത്തിൽ, നമ്മൾ ഈ ഇരിക്കുന്ന ഈ തമിഴകത്തിൽ ഉണ്ടായിരുന്നത്. ആ കുഞ്ഞ് നെഞ്ചിൽ വേലേറ്റ് വീണാൽ ആ അമ്മ സന്തോഷിക്കും. നെഞ്ചില് വേലേറ്റ് വീണാൽ ആ അമ്മ സന്തോഷിക്കും.
വിശേഷിച്ചും മുതുകത്താണ് വേലേൽക്കുന്നതെങ്കിൽ ആ പാല് കൊടുത്ത ആ മാറുകൾ ആ അമ്മ ഛേദിച്ചെറിയും. അതാണ് അവസ്ഥ. അത്ര വീരന്മാരായിരുന്നു നമ്മുടെ പൂർവികര്. നമ്മൾ ആരാന്നാ വിചാരിക്കുന്നത്? നമ്മൾ ആരാണെന്നാ വിചാരിക്കുന്നത്? വിദ്യാഭ്യാസത്തിൽ ഒന്നാമത്തെ ആൾക്കാരായിരുന്നു. നമ്മുടെ സ്വാതന്ത്ര്യം എല്ലാം പോയപ്പോഴാണ് ഇതൊക്കെ നഷ്ടമായത്. മനസ്സിലായില്ലേ? നമ്മൾ വീരന്മാരായിരുന്നു. വീരപാണ്ഡ്യൻ എന്നാ പറയുന്നത്. രാജരാജേന്ദ്ര ചോഴ എന്നാ പറയുന്നത്. എന്താ കാര്യം? വീരമാണ്, വീരം. പാണ്ഡ്യന്മാര്, ചോഴന്മാര്, ചേരന്മാര് എല്ലാവരും വീരത്തിൽ ഒന്നാമന്മാരായിരുന്നു. അങ്ങനെ യുദ്ധം ചെയ്ത് വീരമൃത്യു വരിച്ചിട്ടുള്ള ആത്മാക്കളെ നമ്മൾ പണ്ട് തന്നെ ബഹുമാനിച്ചിരുന്നു, നടുകല്ലുകളായിട്ട്. അതിനെയാണ് നമ്മൾ പറയുന്നത് പേയ്. പേയ്. അടുത്തത് ഈ പേയുമായിട്ട് ബന്ധപ്പെട്ടൊരു സംഗതിയുണ്ട്. പ്രാചീന തമിഴ് നിഘണ്ടുവിൽ ഒരു വാക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിന് പറയുന്നത് ദിവാകര നിഘണ്ടു എന്നാ. ഇപ്പോഴൊന്നും കിട്ടാനില്ല. അതിൻ്റെ ഒരു കോപ്പി എൻ്റെ വീട്ടിലിരിപ്പുണ്ട്. അപ്പോൾ അതിനകത്തൊരു വാക്ക് പറയുന്നുണ്ട്, അണങ്ങ് എന്ന് പറയുന്നുണ്ട്. അണങ്ങ്. അണങ്ങെന്ന് പറഞ്ഞാൽ ചില സമയത്ത് നമ്മളൊരു ഒരു പാട്ടോ കൊട്ടോ ഒക്കെ കേൾക്കുമ്പോഴത്തേക്ക് ദൈവം നമ്മുടെ ഉള്ളിലേക്ക് കുടിയേറിയുന്നൊരു സങ്കല്പത്തിൽ നമ്മൾ ആ ദൈവമായിട്ട് ആക്ട് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ വരുന്നതിനാണ് ഈ അണങ്ങ് എന്ന് പറയുന്നത്. അങ്ങനെ വരുമ്പോൾ അത്തരത്തിലുള്ള സംഗതികൾ ഉണ്ടാവാതെ കാത്തുരക്ഷിക്കുന്ന ദേവതയാണ്, കാവൽ ദൈവമാണ് പേയ്. അടുത്തത് മൂർത്തി. പേയ്. അപ്പോൾ ഞാനിത് പറഞ്ഞത് ഈ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഈ ക്ഷേത്രത്തിൽ തന്നെ ഈ പറയുന്ന ദേവതകളിൽ ഒക്കെ തന്നെ ഇരിപ്പുണ്ട്. ഭക്തര് ഈ അർത്ഥത്തിലാണോ അവരെ സേവിക്കുന്നതെന്ന് അറിയില്ല. എങ്കിലും എനിക്കറിയാവുന്ന എൻ്റെ ഗുരുനാഥൻ പറഞ്ഞു തന്ന കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുന്നത്. അടുത്തത് മൂർത്തി. മൂർത്തി എന്ന് പറഞ്ഞാൽ ഇറൈവൻ ഉരുവത്തോടെ, ആകൃതിയോടെ ഇരിക്കുന്നത്. ദൈവം ആകൃതിയോടെ ഇരിക്കുന്നത് എന്ന് വെച്ചാൽ ഒരാകൃതിയിൽ നമ്മൾ സങ്കല്പിക്കുന്നത്. അതിനെ ക്ഷമയുടെ ദൈവം എന്നാണ് പറയുന്നത്. അങ്ങനെ ഈ മൂർത്തിക്കാവുകള് പൊറയ്യർ എന്ന് പറയുന്ന ഒരു സെക്ഷനാണത്. അതൊരു ജാതിയൊന്നുമല്ല. ഇന്ന് നമ്മൾ പറയർ എന്നൊക്കെ ലോപിച്ച് പറയും. പക്ഷെ അതൊരു ജാതിയേ അല്ല, അതൊരു കുടിയുമല്ല. അത് നമ്മൾ പോലീസ്, മന്ത്രി എന്നൊക്കെ പറയുന്നത് പോലെ 3 വിഭാഗമായിട്ട് പണ്ട് കുടി സമ്പ്രദായത്തിൽ ആൾക്കാരെ വിഭജിച്ചിരുന്നു, രാജ്യത്തിൻ്റെ ഭരണയന്ത്രം നിയന്ത്രിക്കുന്നതിന്. പറയർ, തുടിയർ, പാണർ. പുറയെന്ന് വെച്ചാൽ ക്ഷമയാണ്. ക്ഷമ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വിദ്യാഭ്യാസം വേണം. വിദ്യാഭ്യാസവുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന മറയോറുകൾ, പുലവറുകൾ, മന്നറുകൾ ഇവരെല്ലാം വരുന്നതാണ് ഈ പറയുന്ന പൊറയ്യർ എന്നത്. ചേരൻ പൊറയ്യൻ, പാണ്ഡ്യൻ പൊറയ്യൻ, ചോഴൻ പൊറയ്യൻ എന്ന് പുറനാനൂറിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അടുത്തത് തുടിയനാണ്. തുടിയൻ ഈ തുടിതാളത്തെ അറിയുന്നവൻ. അതിൽ കർഷകരുണ്ടാവാം, ജ്യോതിഷികളുണ്ടാവാം, ജ്യോതിശാസ്ത്രജ്ഞരുണ്ടാവാം, അങ്ങനെ പല പല. അടുത്തതാണ് പാണർ. പണ്ണ് വെച്ച് കഴിഞ്ഞാൽ തമിഴിൽ പൺ എന്നൊരു വാക്കിൻ്റെ അർത്ഥം രാഗം എന്നാണ്. രാഗത്തെ അറിയുന്നവർ. പാട്ട്, സംഗീതം, സംഗീതം കൊണ്ട് മനസ്സിനെ ശാന്തരാക്കുന്നവർ. അന്നത്തെ ആരായിരുന്നു? മ്യൂസിക് തെറാപ്പിസ്റ്റുകൾ, ഇല്ലയോ? ആ മ്യൂസിക് തെറാപ്പിസ്റ്റുകളായിരുന്നു ഈ പറയുന്ന പാണർ. പാണർ അത് മാത്രമല്ല, ചരിത്രങ്ങൾ രേഖപ്പെടുത്തിയവരുമാണ്. ധാരാളം പാണര് പുറനാനൂറിലുണ്ട് പുലവറുകളായിട്ട്. അങ്ങനെ മൂർത്തിക്കാവുകൾ ധാരാളം. പറമൂർത്തിക്കാവുകൾ അഥവാ ക്ഷമയുടെ മൂർത്തിക്കാവുകൾ എന്ന അർത്ഥത്തിൽ ഒരുപാട് ക്ഷേത്രങ്ങളിൽ പ്രതിഷ്ഠ വച്ചിട്ടുണ്ട്. പിന്നെ അടുത്തതാണ് കുട്ടുവൻ. കുട്ടുവൻ നമ്മുടെ ക്ഷേത്രത്തിൽ നോക്കിയാൽ കാണും കുട്ടുവൻ. കുട്ടുവൻ ഞാൻ മുമ്പേ പറഞ്ഞു, ജൈനമത സങ്കല്പവുമായിട്ട് ബന്ധപ്പെട്ടതാണ് കുട്ടുവൻ. അതിൽ അതെടുത്തിട്ട് ടൈറ്റിലായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്, ചേരൻ ചെങ്കുട്ടുവൻ എന്ന് പറഞ്ഞാൽ അന്ന് ജൈനമതത്തിൻ്റെ ഒരു അനുയായി ആയിരുന്നു അദ്ദേഹം. അതുകൊണ്ടാണ് കുട്ടുവൻ എന്ന് പറഞ്ഞ് പദവി എടുത്തത്. ജൈനന്മാരെ ഇന്നും ആരാധിക്കും നമ്മൾ. അതാണ് ആ സങ്കല്പത്തിലാണ് ഇവിടെ ക്ഷേത്രത്തിൽ കുട്ടുവൻ എന്ന് പറഞ്ഞ് ഒരു ദേവതയെ വെച്ചിരിക്കുന്നത്. ഇനി അടുത്തതാണ് വളരെ ശ്രേഷ്ഠരായിട്ടുള്ള ആൾക്കാർ, വള്ളുവന്മാർ. വള്ളുവന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഈ പറയുന്ന കുടിസമ്പ്രദായം നിന്ന സമയത്ത് ആ രാജ്യത്തിൻ്റെ എല്ലാവിധത്തിലുള്ള പൂജാവിഭാഗങ്ങളും ചെയ്തിരുന്ന ശ്രേഷ്ഠരായിട്ടുള്ള വ്യക്തികളായിരുന്നു വള്ളുവന്മാർ. അത് സൈന്യത്തിൽ ആണെങ്കിലും വള്ളുവ എന്നാണ് വിളിക്കുന്നത്, ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ളവർ. പൂജ ചെയ്യുന്നതിലും രാജ്യത്തെ രക്ഷിക്കുന്നതിലും ജ്യോതിഷം, അതുപോലെ കിളിശാസ്ത്രം തുടങ്ങി പല വിധത്തിലുള്ള ശാസ്ത്രങ്ങളിലൂടെ രാജാവിന് വേണ്ട ദൈവീകമായിട്ടുള്ള ആ അറിവുകൾ കൊടുക്കുന്ന, അദ്ദേഹത്തിനെ രക്ഷിച്ചു നിർത്തുന്ന ആൾക്കാരായിരുന്നു വള്ളുവന്മാർ. അപ്പോൾ അത്രയ്ക്ക് ശ്രേഷ്ഠരായ മനുഷ്യരാണ് വള്ളുവന്മാർ. അവരാണ് ഇവിടുത്തെ ആദ്യ പൂജാരികൾ. അപ്പോൾ വള്ളുവൻ ഇവിടെ നമ്മുടെ ക്ഷേത്രത്തിൽ ഉണ്ട്. ആ വള്ളുവൻ എങ്ങനെ വന്നു എന്ന് ചോദിച്ചാൽ ഇതാണ്. വള്ളുവര് വളരെ ശ്രേഷ്ഠരായിട്ടുള്ള പൂജാരികളാണ്. ആ പൂജാരികളാണ് ആദ്യം ഇവിടെ പൂജിച്ചത്. പിന്നീടാണ് ബ്രാഹ്മണര് 1000 വർഷത്തിന് മുമ്പ് ഇതൊക്കെ കൈയടക്കി അവരുടേതാക്കി മാറ്റി അവരാണ് ശ്രേഷ്ഠരെന്ന് പറഞ്ഞത്. ഇപ്പോൾ മനസ്സിലായില്ലേ? അപ്പോൾ അപ്പുറത്ത് ബ്രാഹ്മണനായ പൂജാരി ഇരിക്കുമ്പോൾ ഇപ്പുറത്ത് വള്ളുവ പൂജാരി ഇരിപ്പുണ്ട്. രണ്ടുപേരും ഒരുപോലെ ശ്രേഷ്ഠരാണ്. ഒരു പടി മുകളിൽ ആരാണെന്ന് ചോദിച്ചാൽ വള്ളുവ പൂജാരി തന്നെയാണ്. കാരണം എന്താ? അദ്ദേഹമാണ് ഇവിടുത്തെ ആദിമ പൂജാരി. മനസ്സിലായില്ലേ? അപ്പൊ നമുക്കൊരു പാട്ട് കേട്ട് കളയാം. വള്ളുവന്തറ അമ്മയെ കുറിച്ച് കൈ തൊഴുന്നേ എന്ന് തുടങ്ങും. കരയിൽ വാഴും നമ്മെ കാത്തരുളീടണമേ. കരുണാമയിൽ പാദസരോവരം ഞങ്ങളിൽ വാഴ